ഹായ് ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് തൃശ്ശൂരിലേക്കാണ്. അപ്പോൾ ആലപ്പുഴയിൽ നിന്ന് നമ്മൾ ട്രെയിനിലാണ് തൃശ്ശൂരിലേക്ക് പോകുന്നത്. 3:15 ഒരു എക്സിക്യൂട്ടീവ് ഉണ്ട് ആലപ്പുഴയിൽ നിന്ന്. അതൊരു 5 മണിയാകുമ്പോൾ എത്തും. അപ്പോൾ ഈ എക്സിക്യൂട്ടീവിലാണ് നമ്മൾ തൃശ്ശൂരിലേക്ക് പോകുന്നത്. നമ്മൾ ഈ കാണുന്നത് കൊമേഴ്ഷ്യൽ കനാലാണ്. കൊമേഴ്ഷ്യൽ കനാലും കടന്ന് നമുക്ക് ദൂരെ ലൈറ്റ് ഹൗസ് കാണാം, ഐക്കൺ ഓഫ് ആലപ്പുഴ. അങ്ങനെ ട്രെയിൻ മെല്ലെ യാത്ര തിരിച്ചു. നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്ന എറണാകുളത്തിൻ്റെ മനോഹരമായ കാഴ്ചയാണ്. അങ്ങനെ 4-5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. നല്ല വിശപ്പുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിക്കണം. ഈ കാണുന്ന ട്രെയിനിലാണ് നമ്മൾ വന്നത്. നമ്മൾ ട്രെയിനോട് യാത്ര പറഞ്ഞ് പുറത്തേക്ക് നടക്കുകയാണ്. ഞാൻ ഈ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന ഒരു 2-3 കൊല്ലത്തിന് മുന്നെയാണ്. വണ്ടിയായിട്ട് വരണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ വണ്ടിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ പാർക്കിംഗ് ഭയങ്കര ഇഷ്യൂ വരുന്നതുകൊണ്ട് ഞാൻ വണ്ടി എടുത്തിട്ടില്ല. പിന്നെ ഒറ്റയ്ക്കാകുമ്പോൾ ട്രെയിൻ വരികയാണെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. പിന്നെ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോവാം. ഈ തിരക്കിൽ വണ്ടിയായിട്ട് കൺജസ്റ്റഡ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം വണ്ടി എടുത്തിട്ടില്ല. അങ്ങനെ ഇവിടെ തേക്കിൻകാട് മൈതാനിയിലേക്ക് ഓട്ടോ വിളിച്ച് പോകാനുള്ള ദൂരം ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. സോ ടാക്സി നമ്മൾ വിളിച്ചിട്ടില്ല. നല്ല കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചു. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒരു എന്താ പറയുക രാജമുദ്രയൊക്കെ കാണുന്നുണ്ട്. തിരുവിതാംകൂറിൻ്റെ റോയൽ എംബ്ലമാണ് നമ്മളീ കാണുന്നത്. റെയിൽവേ സ്റ്റേഷൻ, ആദ്യകാല റെയിൽവേ സ്റ്റേഷൻ അതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അറിയില്ല.
ഈ തിരുവിതാംകൂർ രാജഭരണകാലത്ത് പോയത് ഫ്രണ്ടിൻ്റെ ഒരു കാറുണ്ടായിരുന്നു. അത് ഇവിടെ എത്തിയപ്പോൾ ബ്രേക്ക് ഡൗൺ ആയി. അങ്ങനെ ഞങ്ങൾക്ക് തള്ളിക്കൊണ്ടുവന്ന് ഇവിടെ പാർക്ക് ചെയ്തിട്ട് ബസ്സിന് കയറിപ്പോയി. അങ്ങനെയാണ് ഞാനിവിടെ ലാസ്റ്റായിട്ട് വരുന്നത്. എന്തായാലും കുറച്ച് ഒരു 2-3 കിലോമീറ്റർ നടക്കാനുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരുപാട് ആൾക്കാരൊക്കെ കാണുന്നുണ്ട്. ഇവരൊക്കെ പൂരത്തിന് വന്നതായിരിക്കാനാണ് സാധ്യത. റോഡിൻ്റെ സൈഡിൽ മരത്തൈകൾ നടാനായിട്ട് ചെറിയ കോൺക്രീറ്റ് കൂട് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതിനകത്തൊന്നും കാണുന്നൊന്നുമില്ല. അങ്ങനെ വിശന്ന് നടക്കുമ്പോഴാണ് ഒരു ഹോട്ടൽ കണ്ടത്. ഒരു തിരക്കില്ലാത്തൊരു ഹോട്ടലാണ്. കയറണോ കയറണ്ടെന്ന് സംശയിച്ചിട്ടാണ് കയറിയത്. പിന്നെ വിശന്നുകൊണ്ട് രണ്ടും കൽപ്പിച്ചാണ്ട് കയറി. പൊറോട്ട കഴിക്കാനാണ് കയറിയത്. അപ്പോൾ പൊറോട്ടയും ബീഫ് ഫ്രൈ ഓർഡർ ചെയ്തിട്ട് ഒരു ബീഫ് കറി പോലത്തെ ഒരു സാധനം കൊണ്ടുത്തന്നു. എന്തായാലും വിശപ്പുള്ളതുകൊണ്ട് അത് നമ്മൾ വേഗം അകത്താക്കി. എത്ര 45 രൂപ. 100 നമ്മളങ്ങനെ നടക്കുകയാണ്. റൈറ്റ് സൈഡിലാണ് KSRTC കാണുന്നത്. അപ്പോൾ നടക്കാനുള്ള ദൂരമുള്ളതുകൊണ്ട് നമ്മൾ നല്ല നടക്കുകയാണ്. പിന്നെ CDM കാണുകയാണെങ്കിൽ കയ്യിലുള്ള പൈസ അതിലിടണം. കാരണം തിരക്കാണ്. അപ്പോൾ കയ്യിൽ നിന്ന് പൈസ മിസ്സായാൽ അത് പ്രശ്നമാവും. അതുകൊണ്ട് കയ്യിലുള്ള ക്യാഷ് നമ്മൾ CDM കൊണ്ടുപോയിടാൻ വേണ്ടിയിട്ട് CDM നോക്കിയിട്ട് നടക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു ചേട്ടൻ പറഞ്ഞ് കുറച്ചപ്പുറത്ത് പോയിട്ട് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ CDM ഉണ്ടെന്ന്. അങ്ങനെ ഫൈനലി നമ്മൾ ഫെഡറൽ ബാങ്കിൻ്റെ CDM കണ്ടിരിക്കുകയാണ്. അവിടെ ക്യാഷ് ഇട്ടിട്ട് നമുക്ക് നേരെ മൈതാനത്തേക്ക് പോകാം. ആദ്യമായിട്ടാണ് കേട്ടോ തേക്കിൻകാട് മൈതാനത്ത് ഒറ്റയ്ക്ക് വരുന്നത്. അപ്പോൾ 3 ദിവസം ഇവിടെ സ്റ്റേ ചെയ്ത് വെടിക്കെട്ടൊക്കെ കണ്ട് പൂരമൊക്കെ കണ്ട് പോകാം എന്നുള്ളൊരു പ്ലാനിലാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും 2 ദിവസം കറങ്ങാൻ തീരുമാനമാക്കിയിട്ടാണ് വന്നിട്ടുള്ളത്. എങ്ങനെയാവും എന്നുള്ളത് കണ്ടറിയണം. ഈ തൃശ്ശൂർ റൗണ്ടിൽ കൂടെ പലതവണ കറങ്ങിയിട്ടുണ്ടെങ്കിലും ഈ അമ്പലത്തിൽ കയറാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പോൾ അമ്പലത്തിനകത്ത് കയറണം എന്നുള്ള ഒരാഗ്രഹം കൂടെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ എത്തിയപ്പോൾ രാത്രിയാണെങ്കിലും നമ്മൾ അമ്പലത്തിനകത്ത് കയറി. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നൈസൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഇത് കയറി കാണേണ്ട ഒരു അമ്പലമാണ്. രാത്രി ആയതുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയില്ല. പിന്നെ വിഷ്വൽസ് ഒന്നും വലിയ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മൊബൈലിലാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് വലിയ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് രാത്രി ആകുമ്പോൾ ക്ലാരിറ്റി കുറവായിരിക്കും. സോ ഞാൻ രാത്രി അധികം വിഷ്വൽസ് എടുത്തിട്ടില്ല. എന്നാലും ചെറുതായിട്ടൊന്നും എടുത്ത് ചെറിയ ക്ലിപ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ.
രാത്രി വന്നപാടെ അമ്പലത്തിനകത്തൊന്ന് കയറി നോക്കി. നമുക്കൊരു കൂത്തമ്പലമൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ക്ലിയർ ആയിട്ടൊന്നും കാണുന്നില്ല. രാവിലെ കാണാമെന്നുള്ള രീതിയിൽ ഞാൻ പിന്നെ അവിടെ നിന്നാണ്ട് ഇറങ്ങി. ഇതിൻ്റെ ഇടയിൽ നാലപൂരത്തിനുള്ള ആനകളൊക്കെ കൊണ്ടുപോകുന്ന കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റും. നമ്മളങ്ങനെ ഉത്സവ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ബാത്റൂം ഫെസിലിറ്റി ഒക്കെ ഒരുക്കിയിട്ടുണ്ട് ദേവസ്വം ബോർഡ്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാറമേക്കാവിലെ കാഴ്ചകളാണ്.
ഭഗവതി ക്ഷേത്രത്തിൻ്റെ കവാടം നല്ല ലൈറ്റൊക്കെ വെച്ച് നല്ല സെറ്റപ്പാക്കി അലങ്കരിച്ചിട്ടുണ്ട്. അത് കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ്. രാവിലെ ഉത്സവത്തിനുള്ള ആനകളൊക്കെ ഇന്ന് ഈ അമ്പലത്തിലാണ് സ്റ്റേ. ബാക്കിയുള്ള അവിടുന്ന് ഇവിടുന്ന് കേട്ട് വരും. സർവീഫലം പുറത്ത്. ശുദ്ധമായ നല്ല നെയ്യ് ഏതെന്ന ചോദ്യത്തിന് കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള ഉപഭോക്താക്കളിൽ നിന്നുമുള്ള മറുപടി ഇപ്പോൾ നേരിട്ട് കേൾക്കാം.